സമയം 10:10 കൃത്യം 10:30 അവൾക്ക് രാമൻ ആരാണെന്നത് മനസ്സിലാകും. ആ പെണ്ണിനെ രാമൻ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മളെ ഏൽപ്പിക്കും. എല്ലാവരും കണ്ടോളൂ. ഇപ്പൊ സമയം 10:20. 10:30 ഞാൻ ചായ കുടിക്കും. കൂടെ 2 ബട്ടർ ബിസ്ക്കറ്റും പിന്നെ ഒരു പച്ച ഗുളികയും അതോടൊപ്പം ഒരു ചുവന്ന ഗുളികയും കഴിക്കും. തനിക്ക് ചായയല്ലേ വേണ്ടത്? ഭയ്യ കോയി ടീ की दुकान पे रुकना प्लीज. നീ എന്തിനാ കയ്യില് 2 വാച്ച് കെട്ടിയിരിക്കുന്നേ? ഇത് നിങ്ങളുടെ സമയം, ഇത് എന്റെ സമയം. നിന്റെ സമയം എന്ന് വെച്ചാ? ഇതിനകത്തുള്ളത് ഓക്സിമീറ്റർ ആണ്. അതിൽ എന്റെ ഹാർട്ട് കണ്ടീഷൻ അറിയാൻ പറ്റും. എന്റെ ടൈം. സമയം ഇപ്പൊ 10:20. 10:30 ഞാൻ ചായ കുടിക്കും. അതോടൊപ്പം 2 ബട്ടർ ബിസ്ക്കറ്റ് എന്നിട്ട് ഒരു പച്ചക്കല ടാബ്ലറ്റ്, എന്നിട്ട് ഒരു ചുവന്ന ടാബ്ലറ്റ് ഇടും. ഇതൊക്കെ എത്ര പ്രാവശ്യം പറയും? സീത, കാർ ഇപ്പൊ 60 കിലോമീറ്ററിലാണ് പോകുന്നത്. എന്ന് വെച്ചാൽ എയർപോർട്ടിൽ എത്തുമ്പോൾ 10:40 ആകും. ഞാൻ പല പ്രാവശ്യം അമ്മാവിന്റെ കൂടെ പോയിട്ടുണ്ട്. നമ്മൾ അകത്ത് ചെന്ന് കോഫി ഷോപ്പിൽ ഇരുന്ന് ഓർഡർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അവൻ ടീ കൊണ്ടുവന്ന് തന്ന് നമ്മൾ അവസാനം അത് കുടിക്കാൻ തുടങ്ങുമ്പോൾ 11 മണിയാകും. എന്ന് വെച്ചാൽ വല്ലാത്ത ഡിലേ ആണ്. എല്ലാ ദിവസവും 10:20 ലൈബ്രറിയിൽ ഉണ്ടാവും. 10:25 ചായ എന്റെ ടേബിളിൽ എത്തും. 10:30 എക്സാക്ട്ലി ഞാൻ ചായ എടുത്ത് സിപ്പ് ചെയ്യാൻ തുടങ്ങും. എല്ലാ ദിവസവും കറക്റ്റ് സമയത്തിന് കാര്യങ്ങൾ ചെയ്യും. ഡിലേ ആവുന്നത് എനിക്ക് ഇഷ്ടമല്ല. ടൈം എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ ചായ കുടിക്കേണ്ട ടൈമാണ്. എനിക്ക് ചായ വേണം, എനിക്ക് ചായ വേണം, എനിക്ക് ചായ വേണം എന്നാണ് ഞാൻ പറഞ്ഞത്. ചായ 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 വേണം, ചായ വേണം, എനിക്ക് ചായ ഇപ്പൊ തന്നെ വേണം, ഇപ്പൊ തന്നെ വേണം എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ചായ ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ലേ? ചായ വേണം, ചായ വേണം, ചായ വേണം, ചായ വേണം. അതൊന്നും വേണ്ട, കപ്പിൽ കൊണ്ടുവന്നാ മതി. ബട്ടർ ബിസ്ക്കറ്റ് സോസറിലും. ഈ ഡീറ്റെയിൽസിനൊന്നും ഒരു കുറവുമില്ല. കഴിഞ്ഞോ? നമുക്ക് പോയാലോ? ചായക്ക് ശേഷം പച്ച ടാബ്ലറ്റും ചുവന്ന ടാബ്ലറ്റും എടുക്കണം. അതെന്ത് ടാബ്ലറ്റ്സാ? അറിയില്ല. അതെപ്പോ മുതലാ കഴിക്കാൻ തുടങ്ങിയേ? ചെറുപ്പം തൊട്ടേ. എന്ന് വെച്ചാ അപ്രോക്സിമേറ്റ്ലി 20 years. പേര് പോലും അറിയില്ലേ? അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല സീത. കറക്റ്റ് 10:20 എല്ലാ ദിവസവും ഞാൻ ലൈബ്രറിയിൽ ഉണ്ടാവും. 10:30 ചായ കുടിക്കുന്ന സമയത്ത് ഒരു പച്ച ടാബ്ലറ്റും ഒരു ചുവന്ന ടാബ്ലറ്റും ചെറിയ ഒരു പ്ലേറ്റിൽ കൊണ്ടുവന്ന് വെക്കും. വെക്കൂടാ വെക്കും. എന്റെ 5000 കോടി രൂപ അങ്ങനെ വിഴുങ്ങിയില്ലേ നീ? അപ്പൊ ഒരാളല്ല 100 ആൾക്കാരെ വെക്കാലോ. 100 പേരുടെ ആവശ്യമൊന്നുമില്ല, ഒരാള് മതി. ഇപ്പൊ അത് കഴിച്ചില്ലെങ്കിൽ എന്താവും? എനിക്ക് പാൽപിറ്റേഷൻസ് വരും. പാൽപിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഷിവറിംഗ് അല്ലേ? ഷിവറിംഗ് എന്ന് പറഞ്ഞാൽ വിറയലാണ്. മലയാളത്തിൽ അതിനെ ഹൃദയമിടിപ്പെന്നും അറബിക്കിൽ ഹഫ്ഗാൻ എന്നും ജർമ്മനിൽ ഹർച്ച് ക്രൊഫൈൽ എന്നും പറയും. തമിഴിൽ ഇതേ തുടിപ്പ്. നിനക്ക് എത്ര ലാംഗ്വേജസ് അറിയാം? എനിക്ക് മൊത്തത്തിൽ 26 ലാംഗ്വേജസ് അറിയാം. 3 ലാംഗ്വേജ് പുതിയതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. 26 ലാംഗ്വേജസ് അറിയാം. എന്നിട്ട് 2 ടാബ്ലറ്റിന്റെ പേരറിയില്ല. അത് അറിയേണ്ട ആവശ്യമില്ലല്ലോ സീത. എല്ലാ ദിവസവും 10:20 ഞാൻ ലൈബ്രറിയിൽ ഉണ്ടാവും. 10:30 അത് കഴിച്ചില്ലെങ്കിൽ നീ മരിക്കില്ല. എനിക്ക് പാൽപിറ്റേഷൻസ് വരുന്നു. എനിക്ക് പാൽപിറ്റേഷൻസ് വരുന്നു. പറയൂ സീത. അവന് നിങ്ങൾ ടാബ്ലറ്റ്സ് കൊടുക്കാറില്ലേ? അതെന്താ? പറയില്ല. ദയവ് ചെയ്ത് രാമനെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് വിട്ടേക്ക് നീ. ഞാൻ വിടാൻ പോകുന്നില്ല. പേര് പറയുന്നോ ഇല്ലയോ? ആ ഗുളിക അവൻ കൃത്യസമയത്ത് കഴിച്ചില്ലെങ്കിൽ അത് അവന്റെ ജീവന് തന്നെ ആപത്താണ്. ചാവുന്നെങ്കിൽ ചാവട്ടെ. ഐ ഡോണ്ട് കെയർ. എനിക്ക് എന്റെ പണമാണ് അത്യാവശ്യം. അതുകൊണ്ട് മര്യാദയ്ക്ക് പേര് പറഞ്ഞു. പറയില്ല. Shut up. 85. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. ആർക്കും ഒരു ഉപകാരം ഇല്ലാത്ത ഈ സാധനം ചാവുന്നെങ്കിൽ ചാവട്ടെ. 92. അവന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകിക്കഴിഞ്ഞാൽ അവന്റെ ഞരമ്പുകൾ പൊട്ടി അവൻ മരിച്ചു പോകും. അവൻ മരിക്കുകയാണെങ്കിൽ you will be responsible for that. ഞാൻ പറയാം, നീ എഴുതിക്കോ. പേപ്പർ.
ఇంకేం కావాలే చాలే ఇది చాలే. ഫോൺ എടുത്ത് അണ്ണന് കോൾ ചെയ്തിട്ട് സ്പീക്കർ ഓൺ ചെയ്യടാ. പറയടാ. ചേട്ടാ അവിടെ ചേട്ടനുണ്ട്, ഈ സൈഡ് ഞാനോ ഇവിടെയുണ്ട്. സീതയെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ട് നീ എന്നെ പാട്ടുപാടി സൂചിപ്പിക്കാണോ? ഇവിടെ നെക്സ്റ്റ് ഐറ്റം സീത മേഡമിന്റെ അസിസ്റ്റന്റ് മരുന്ന് വാങ്ങിക്കാൻ കടയിൽ പോകുന്നു. എന്തിന്? അതാണ് മനസ്സിലാവാത്തത് ചേട്ടാ. പക്ഷെ കാണുമ്പോ ആ ജിൽ 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 ജിലേബി റാണി അത്ര സുന്ദരി ചേട്ടാ. അവൾ ആരായാലും എന്തിനാ എന്നോട് പറയുന്നേ? ചേട്ടാ പറയാൻ പറ്റില്ല ചേട്ടാ, കാണുമ്പോ അങ്ങനെ ശ്വാസം മുട്ടിപ്പോയി. ഞാൻ ചോദിച്ചിട്ട് വരട്ടെ ചേട്ടാ. അവിടുന്ന് അനങ്ങിയ കയ്യും കാലും തല്ലി ഓടിക്കും ഞാൻ. പറഞ്ഞത് മാത്രം അനുസരിച്ചാ മതി. ചേട്ടാ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വെളിയിൽ വന്നു ചേട്ടാ. അവന് 2 മാത്രം കൊടുത്തു ചേട്ടാ. നിങ്ങളുടെ ബട്ടൺ വീണ്ടും ഓപ്പൺ ആയി. അവരെന്താണ് അവിടെ ചെയ്യുന്നത്? തുझे देखा है तो प्यारा सनम प्यार होता है. എനിക്കൊന്നും അറിയുന്നില്ല ചേട്ടാ. അറിയില്ലെന്നോ? നിങ്ങൾ അവിടെ തന്നെയല്ലേ ഉള്ളത്? അതിവിടെ നനങ്ങിയ ചേട്ടൻ കാലി പിടിച്ച് എന്തോ ചെയ്യുന്നു പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഇവിടെ തന്നെ നിൽക്കുന്നത്. നാശം പിടിച്ചോ മാറി. ഓക്കെ ചേട്ടാ. നിങ്ങൾ സീത ചേട്ടത്തെ ഫോളോ ചെയ്തോ, ഞാൻ സ്റ്റെന്നെ ഫോളോ ചെയ്തോ. ഈ കാര്യം അങ്ങനെ അടുത്ത് പറയരുത് കേട്ടാ, അങ്ങനെ ഓൾറെഡി മെന്റലാണ്. എടാ വിഡ്ഢി, കോൾ ഇനിയും കട്ടായിട്ടില്ല. എന്താടാ നോക്കുന്നേ? കട്ടിയടാ. എന്റെ ഹൃദയത്തിൽ മഹാറാണി നീയാ. പറയൂ ചക്രം. ഫ്ലൈറ്റ് ടിക്കറ്റ്സ് കിട്ടിയില്ല സീത. ആ ട്രാവൽ ഏജന്റ് പറ്റിച്ചു. ഇതാ ബസ്വരാജിന്റെ പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പ്രിന്റ് ഔട്ട് അയാളോട് തന്നെ വെച്ചോളാൻ പറ. നമുക്ക് ഓൺലൈനിൽ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് വാങ്ങിക്കാം. അതൊന്നും പറ്റില്ല, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ ബ്ലോക്ക്ഡ് ആണ്. എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആണ്. ഇത്ര സോൾവ് ചെയ്യാൻ 1 വീക്ക് എങ്കിലും ആവാത്ര. ശരി, ഫ്ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ ബൈ റോഡിൽ വരാം. അവിടെ വന്നിട്ട് ഓരോരുത്തരും ഈ സീത ആരാണെന്ന് കാണിച്ചു തരാം. അതെ, രാമൻ എന്റെ അടുത്താണുള്ളതെന്ന് സീതയ്ക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ അസിസ്റ്റന്റിനെ അയച്ച് ഞാനാ പറയാൻ പറഞ്ഞത് ഗുരുജി. അത് തെറ്റായിപ്പോയി. എന്താ ഗുരുജി? പുറം ലോകത്തിലുള്ള തന്ത്രം, കുതന്ത്രം, രാഷ്ട്രീയം, സ്വാർത്ഥത, പണത്തിന്റെ ആർത്തി, കബളിപ്പിക്കൽ, അഹങ്കാരം, ഇതെല്ലാം തന്നെ ഇപ്പോൾ സീതയിലുണ്ട്. രാമൻ ഇതേക്കുറിച്ചൊന്നും അറിയില്ല. സീത കാരണം രാമൻ എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ളതാ എന്റെ പേടി. അവർ രണ്ടുപേരും ഒരുമിക്കാൻ വേണ്ടിയാ ആനന്ദ് മോഹൻ വിൽപത്രം അങ്ങനെ എഴുതി വെച്ചത്. നമുക്ക് കുറച്ച് കാത്തിരിക്കാം. അവളുടെ അച്ഛന്റെ ആഗ്രഹം നടക്കുമോന്ന് നോക്കാലോ. ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു മാം. റോഡിന് നടുവില് ഒരു കണ്ടെയ്നർ വീണിരിക്കുക. ഹലോ, ഇതർ ശക്തി ബോൾത്താ ഹേ, അതർ യാര് ബോൾത്താ ഹേ? എടേ ഇത് ഞാനാ ജയ്ബാബു, പറഞ്ഞോളൂ. ബസോണല്ലേ? പല്ല് പൊട്ടിപ്പോയെന്നും പറഞ്ഞ് പഴുത്ത പപ്പായ വിഴുങ്ങിക്കൊണ്ടിരിക്കുക. മനസ്സിലുള്ളത് പറയാൻ ആഗ്രഹിക്കുന്നു. ട്രാഫിക് ജാമാണ് ചേട്ടാ. മനസ്സിലായോ? അല്ലെങ്കിൽ വീണ്ടും പറയണോ? ഇവരൊക്കെ കൊന്നു വേണ്ട. എടേ ഇവിടെ നിങ്ങളുടെ ചേട്ടനെ BP കൺട്രോള് തെറ്റി ഞരമ്പൊക്കെ പൊട്ടിത്തെറിക്കാറായി. അങ്ങനെയാണെങ്കിൽ മഴ 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 പെയ്തോണ്ടിരിക്കുമ്പോൾ ദേഹം മൊത്തം നനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ മഴപ്പാട്ട് പാടിയ പുള്ളി കുറച്ച് കൂളാവും തോന്നുന്നു. ഇത് എന്റെ മ്യൂസിക് മെഡിസിൻ എന്ന് പറയൂ. ഓരോന്നിനും ലാറിക്കടിയിലിട്ട് വലിച്ചെടുക്കണം. സീത എവിടെയാണെന്നും എന്ത് ചെയ്യാണെന്നും പറയേ. സീത ഇവിടെ തന്നെ ഉണ്ട് ചേട്ടാ. ചേട്ടൻ വെറുതെ വെപ്രാളപ്പെട്ട് പനി വരുത്തിക്കണം.